ഓക്കെ ആയിട്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ സജിന മാം? തുടങ്ങാം. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. കുറെ ടൈം Okay. നമ്മൾ പോയല്ലേ. ക്ലിയർ ആണ്. സ്റ്റാർട്ട് ആ ചെയ്തോളൂ. ഓക്കെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യമായി തന്നെ നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ തന്ന ജിഷ മാമിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഫസ്മിന. എൻ്റെ സ്വദേശം മലപ്പുറമാണ്. ഞാൻ വിംബിൾ അക്കാദമിയുടെ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിലെ 20ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ആദ്യമായി തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വിംബിൾ അക്കാദമിക്കും ഫൈസൽ സാറിനും സജിന മാമിനും മോർണിംഗ് സർക്കിളിനും ഒക്കെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്നത്തെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിച്ചു. എക്സ്ക്യൂസസ് എ ഫെയിലിയർ ഡിസീസ് അല്ലേ? ഒഴിവ് കഴിവ് ഒരു പരാജയ രോഗം എന്നുള്ളത്. ശരിക്കും ഒഴിവ് കഴിവ് ഒരു പരാജയ രോഗമാണോ? ജീവിതത്തിൽ നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകൾ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമാവാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? നമ്മൾ പറഞ്ഞ എക്സ്ക്യൂസ് കാരണം നമുക്ക് എവിടെ നമ്മളെ ബാധിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്? എപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, നമ്മളൊക്കെ എന്താണ് എക്സ്ക്യൂസുകൾ കണ്ടെത്താന് മിടുക്കന്മാരാണ് അല്ലെ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്താത്ത ആരും ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ മനുഷ്യന്മാർ നോക്കുന്ന സമയത്ത്, ഒരു വിജയിച്ച ആളുകളെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവർക്കൊക്കെ എന്താണ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എക്സ്ക്യൂസിനെ അവസരങ്ങളായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ അവരുടെ ഗോളിലേക്ക്, ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ച് മുന്നേറുന്നത് അല്ലേ? അതേസമയം എന്താണ് പരാജയപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ എവിടെ എത്താൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകളാണെങ്കിൽ അവരെന്താണ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല എന്നതിനുള്ള നൂറ് കാരണങ്ങൾ, എക്സ്ക്യൂസസ് ടെമ്പററി റിലീഫ് കൂടിയാണ്, ശരിയാക്കി. അപ്പോൾ നമ്മൾ നൂറ് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ വിജയിച്ച ആളുകൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മള് കാഴ്ച പരിമിതിയായ ബധിരയായ ഹെലൻ കെല്ലർ എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്ന തോമസ് ആൽവ എഡിസന് 1000 തവണ പരാജയപ്പെട്ടിട്ട് 1001ാമത് തവണ ബൾബ് കണ്ടുപിടിച്ചെന്ന് പറയണം. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും താഴെ നിന്ന് മുകളിലൂടെ പോകുന്ന പറവകളെ നോക്കി ഞാൻ നിൽക്കേണ്ടി വരുന്നു. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്, അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എക്സ്ക്യൂസുകൾ പറയാനുള്ള. പക്ഷെ ആ എക്സ്ക്യൂസുകളെ അതിന് നമ്മൾ ആ അവസരങ്ങളെ എക്സ്ക്യൂസുകൾ അവസരങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലെ? ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതും ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ള പുസ്തകത്തിൽ ഡേവിഡ് ഷ്വൈറ്റ്സർ പറയുന്ന 4 തരം ഒഴിവ് കഴിവുകളെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, എക്സ്ക്യൂസ് എന്ന് പറയുന്നത് രോഗമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എക്സ്ക്യൂസിറ്റ്സ് നമ്മളെ കഴിവുകളേക്ക് ഇല്ലാണ്ടാക്കുന്ന ഒരു രോഗം എന്ന നിലയിൽ എവിടെയാണ് നമ്മൾ എക്സ്ക്യൂസുകൾ എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ട് ആ എക്സ്ക്യൂസുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ട, ചികിത്സിക്കേണ്ട രോഗം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഡേവിഡ് ഷ്വൈറ്റ്സർ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ്. അപ്പോ നമ്മളെന്താണ് ഈ എക്സ്ക്യൂസുകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് തോട്ട് ഫാക്ടറിയാണ് അല്ലെ? അവിടെ എന്താണ് 2 തരം ജോലിക്കാരാണ് അവിടെ ഉള്ളത്. ഒന്ന് വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പരാജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന 2 ജോലിക്കാർ നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന ഒരാൾ എപ്പോഴും എന്താണ് ഈ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അല്ലെ? അപ്പൊ ആ സമയത്ത് നമ്മൾ എക്സ്ക്യൂസുകൾ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ
നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇതൊന്നും നോക്കണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നോക്കിയാൽ മതി. നമ്മള് അവസരങ്ങള് നമുക്ക് വന്ന ഓരോ കാര്യത്തിലും നമ്മൾ എങ്ങനെയാണ് നമ്മളെ സമീപിച്ചിട്ടുള്ളത്, നമ്മൾ പറയുന്ന കാരണങ്ങള് യഥാർത്ഥത്തിൽ അത് ശരിക്കുള്ള കാരണമായിരുന്നോ എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ശരിക്കുള്ള കാരണങ്ങളായിരുന്നോ നമുക്കൊക്കെ പലപ്പോഴും? അല്ല അല്ലെ? ചില യഥാർത്ഥ കാരണങ്ങൾ ഓക്കെ, യഥാർത്ഥ കാരണങ്ങൾ ഉള്ളതും ഉണ്ടാവും അല്ലാത്തതും ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലാണ് നമുക്ക് ഫീൽഡ് കിട്ടുക. അപ്പൊ ഹോസ്പിറ്റൽ എന്തായാലും നിർബന്ധമായിട്ടും എന്താണ്, നമുക്ക് ആപ്പറിൽ ഇടണം, വെള്ളക്കോട്ട്. ഈ വെള്ളക്കോട്ട് എനിക്ക് വലിയ അത്ര മടിയാണ്, ചില സമയങ്ങളിൽ മടിയാണ്, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കണ്ടെത്തുന്നതാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ കോട്ടിടാണ് പോയി. അപ്പൊ സാറ് ഞങ്ങൾ HOD വന്നു ഫീൽഡിക്ക്. സാർ എന്താണ് ഞാൻ കോട്ടിടാതെ നിൽക്കുന്നതാണ് കണ്ടത്. അപ്പൊ അന്ന് എനിക്ക് റൂൾസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് സസ്പെൻഷൻ തന്നു. 1 മാസത്തോളം ഫീൽഡ് പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും അടി കിട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ബോധം വരിക എന്നുള്ളതാണ്. അപ്പൊ എത്ര എക്സ്ക്യൂസുകൾ നമുക്ക് എന്നാൽ കുറെ പാഠങ്ങൾ നൽകുന്നതാണ്. നേരത്തെ ഇവിടെ സാർ പറഞ്ഞ പോലെ തന്നെ എന്താ, നമുക്കൊരു റിലീഫ് കൂടെയാണ് ചില സമയത്ത് എന്നുള്ളതാണ്. അതും ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് ഡേവിഡ് ഷ്വൈറ്റ്സർ പറയുന്ന 4 തരം എക്സ്ക്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള എക്സ്ക്യൂസ്. 4 ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് ആണ്, ഒന്ന് ഇന്റലിജൻസ് റിലേറ്റഡ് ആണ്, മൂന്നാമത്തത് എന്താണ് ഏജ് റിലേറ്റഡ് ആണ്, നാലാമത്തത് ലെക്കിൽ റിലേറ്റഡ് ആണ്. അതിൽ ഒന്നാമത്തതാണ് ആരോഗ്യപരമായിട്ടുള്ള നമ്മളെ എക്സ്ക്യൂസുകൾ എന്തൊക്കെയാണെന്നാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്താണ്, സ്കൂളിൽ എന്തെങ്കിലും ടീച്ചർ എന്തെങ്കിലും വർക്ക് തന്നില്ലെങ്കിലോ അതൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പം പറയാറുണ്ട് അല്ലെ, പനിയാണ് തലവേദനയാണെന്നെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ, പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്താണ് അവിടെ തുടങ്ങിയ നമ്മൾ എക്സ്ക്യൂസുകൾ എന്നാണ്. എക്സ്ക്യൂസ് ഒരു തവണ നമ്മൾ കണ്ടുപിടിച്ച് നല്ല സുഖമാണ്, വീണ്ടും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മളെ മൈൻഡിന് പറയാറുണ്ട്, ഒരു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മളൊരു കാര്യം റിപ്പീറ്റഡ് ആയി പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താവും, അതിന് ശക്തി ആർജിക്കുന്നതാണ്. നമ്മൾ ആരോഗ്യമില്ല എന്ന് പറയുമ്പോഴും അത് നമുക്ക് എന്താണ് റിപ്പീറ്റഡ് ആയി പറയുമ്പോൾ നമ്മുടെ എനർജി അത് തന്നെ കുറയ്ക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആരോഗ്യം എന്നുള്ള എക്സ്ക്യൂസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം കുറെ പേർക്ക് എന്താണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എന്താ, പക്ഷെ ഭൂരിപക്ഷ ആളുകൾക്കും ആരോഗ്യം ഒരു എക്സ്ക്യൂസ്, ആരോഗ്യം ഒരു ശരിക്കുള്ള കാരണമായിരുന്നോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിൻസിനെ അറിയാം അല്ലെ. സ്റ്റീഫൻ ഹോക്കിൻസിന് മോട്ടോ ന്യൂറോൺ ഡിസീസ് ആയിരുന്നു അദ്ദേഹത്തിന് നമുക്ക് യൂണിവേഴ്സൽ തിയറീസ് ഒരുപാട് ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അവിടെ നിരുന്നുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് നമുക്ക് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മളെ ആരോഗ്യത്തിനുള്ള കഴിവുകൾ നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ പേര് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ എങ്ങനെ ഒരു വർഷത്തിലെ 365 ദിവസം എങ്ങനെ ജീവിക്കാം ഒരു പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഹോസ്പിറ്റലുകളിലുള്ള 3/4 ആളുകളും EII ഇമോഷണലി ഇൻഡ്യൂസ്ഡ് ഇൽനെസ് ബാധിച്ചവരാന്ന് പറയുന്നുണ്ട്. അതായത് വികാരപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അസുഖത്തിലേക്ക് എത്തിയത്. നമ്മളൊരു അസുഖത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് അതിലേക്ക് നമ്മൾ ആയിത്തീരുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ എന്താണ് മറ്റൊരു വശം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ അത് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇത്തരം എക്സ്ക്യൂസുകളെ, ആരോഗ്യപരമായ എക്സ്ക്യൂസുകളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ അനാരോഗ്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്കറിയാം ഒരു ജലദോഷം ആണെങ്കിൽ തന്നെ അത് പറഞ്ഞു ചിലപ്പോൾ അത് വഷളായി തീരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് അനാരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കാതെ, അതുപോലെ നമ്മൾ ഇനി എന്താവും, എന്റെ അസുഖം കാരണം ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ വേവലാതിപ്പെടാതിരിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് ഇപ്പോഴുള്ള എന്താണോ നമ്മുടെ ആരോഗ്യം അതിന് നമ്മൾ നന്നായിട്ട് സന്തോഷിക്കുക അല്ലെ. ഈ ആരോഗ്യം വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ആലോചിക്കുക, എപ്പോഴും നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ജീവിതം ആസ്വദിക്കാനാണ് ഉള്ളതാണ്, പാഴാക്കാനുള്ളതല്ല എന്നുള്ളത് അല്ലെ. നമ്മൾ ഓരോ മൊമെന്റ് എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അല്ലെ. അപ്പൊ ആ മൊമെന്റിന് നമ്മൾ അത്ര വാല്യൂ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
ഇനി അടുത്ത ഒഴിവ് കഴിവ് എന്ന് പറയുന്നത് നമ്മള് എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ബുദ്ധിപരമായിട്ടുള്ള ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊരു പക്ഷേ ആളുകളൊക്കെ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഇന്റലിജൻസ് ഉള്ളത്. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാനാ, അത് നമ്മൾ വെറുതെങ്കിലും പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ഇന്റലിജൻസിന് തലത്തിൽ വരുമ്പോൾ അത് പ്രധാനമായിട്ട് രണ്ട് വിധത്തിൽ, ഒന്നുകിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. നമ്മുടെ ഇന്റലിജൻസിനെ തരം താഴ്ത്തിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇന്റലിജൻസിനെ അധികരിച്ച് കാണുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ, അവിടെ ഒരു കമ്പാരിസൺ നടക്കൂലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവസരങ്ങളിലൊക്കെ നമ്മൾ മാറി നിന്ന് നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. കാരണങ്ങൾ കണ്ടെത്തുന്നവർ എന്നും കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും, വിജയിക്കുന്നവർ വിജയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താണ് അത്തരം നമ്മളെ ബുദ്ധിപരമായിട്ടുള്ള എക്സ്ക്യൂസ്, നമ്മളെ കഴിവുകൾ എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമുക്കുള്ള പോസിബിലിറ്റീസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ല, ചിലരൊക്കെ നമ്മൾ സ്കൂളിൽ നമ്മളെ കൂടെ പഠിച്ചവർ നോക്കിയിട്ട് നമ്മൾ പറയും, അവന് ഭയങ്കര അല്ലെങ്കിൽ അവള് നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല ഇന്റലിജൻസ്, ബ്രില്യന്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് കണ്ടില്ല എവിടെ എത്തിയിട്ടില്ല അല്ലെ. ചിലർ നോക്കിയിട്ട് നമ്മൾ പറയും അവൻ നല്ല ഉടായ്പായിരുന്നു, പക്ഷെങ്കിൽ എന്താ ഇപ്പൊ എവിടെ എത്തി കണ്ടില്ല എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ്? ഇവിടെ ബുദ്ധി, ഇന്റലിജൻസ് എന്നതിന് അപ്പുറം, അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്നതാണ്. അപ്പൊ നമ്മൾ എന്താക്കുക, ബുദ്ധി, നമുക്കെല്ലാവർക്കും ഇന്റലിജൻസ് ഉണ്ടല്ലോ, ഓരോരുത്തർക്കും അത് വ്യത്യസ്ത രീതിയിലാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പോസിബിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുക, അല്ല നമ്മുടെ പരാജയപ്പെടാനുള്ള കാരണങ്ങളെ അന്വേഷിക്കാണ്. നമുക്ക് വിജയിക്കാനുള്ള കാരണങ്ങൾ, നമ്മുടെ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നിരന്തരമായിട്ട് ആലോചിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്റലിജൻസിനെ ഇകഴ്ത്താതെ നമ്മൾ മറ്റുള്ളവരുടെ ഇന്റലിജൻസിനെ പുകഴ്ത്തുകയും ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യുക, ഒരു കമ്പാരിസൺ നടത്താണ്ട് നമ്മുടെ എബിലിറ്റീസും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസിന്, നമ്മളെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെ കാണുന്നു, മനോഭാവം വളരെ പ്രധാനമാണ്. നമ്മൾ ഓരോ കാര്യത്തെയും നമ്മൾ വീക്ഷിക്കുന്ന മനോഭാവം എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം. അപ്പൊ നമ്മൾ ആരോഗ്യകരമായ ഒഴിവ് കഴിവ് പറഞ്ഞു, ബുദ്ധിപരമായ ഒഴിവ് കഴിവ് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പ്രായത്തിൻ്റെതാണ് അല്ലെ. ഇത് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. എന്തൊക്കെയാ നമ്മൾ പറയാ, പ്രായത്തിന്റെ ഒഴിവ് കഴിവിലെ എക്സ്ക്യൂസുകളിൽ നമ്മൾ എന്തൊക്കെയാ പറയാറുള്ളത്? നമ്മുടെ ഓർമ്മ അധികം പറയാം അല്ലെ. ടൈം ഇല്ല, ടൈം എനിക്ക് കിട്ടുന്നില്ല. ഒന്നുകിൽ ടൈം കിട്ടുന്നില്ല, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ടു യങ് അല്ലെങ്കിൽ ടു ഓൾഡ് അല്ലെ. ഒന്നുകിൽ എനിക്ക് പ്രായമായി അതുകൊണ്ട് എനിക്കിത് കഴിയില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പറയും എന്താ, ഞാൻ ഇത്ര ചെറിയ പ്രായമല്ലേ, ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയും. അങ്ങനെ നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തും. ശരിക്കും നമ്മൾ ഏജ് റിലേറ്റഡ് ആയിട്ട് എക്സ്ക്യൂസ് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ക്യൂസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല അല്ലെ. അത് നമ്മളെ കഴിവാണ് അവിടെ നമ്മൾ നോക്കേണ്ടതെന്നുള്ള. ഏജിനപ്പുറത്ത് നമ്മൾ ഈ ഏജിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആലോചിക്കേണ്ടതെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ മാസികകളിലും ആർട്ടിക്കിളിലൊക്കെ വരുന്ന എങ്ങനെയാണ്, 40 കഴിഞ്ഞ 50 കഴിഞ്ഞ ഒരാളില് അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം കഴിഞ്ഞു എന്നുള്ള വിധത്തിലാണ് വരുന്നത്. ഇതൊരിക്കലും ഒരു യാഥാർത്ഥ്യം ആയതുകൊണ്ടല്ല ഇത് നിലനിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഭൂരിഭാഗം വരുന്ന ഒഴിവ് കഴിവ് പറയുന്ന ആളുകൾക്ക് ഇത് സ്വീകാര്യമാവുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു യുവത്വം ഒരു ബാധ്യതയാകുമ്പോൾ മാത്രമാണ് അത് അയാൾക്ക് ഒരു പ്രശ്നമായി മാറുന്നത്. അതുപോലെ വാർദ്ധക്യത്തെ കുറിച്ചുള്ള അയാൾ ബോധവാനാകുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രശ്നമായി കാണുമ്പോൾ മാത്രമാണ് അത് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഏജിൽ നമ്മളിപ്പോ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അവിടെ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക, ഒരു സെറ്റിങ്ങില് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അപ്പൊ ഒരു അറൌണ്ട് 26 ഒക്കെ ആയ ഒരു പ്രായമുള്ള ആളാന്ന് വിചാരിക്കുക, മാനേജർ ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന് താഴെ എന്താണ് അത്ര തന്നെ അദ്ദേഹത്തെക്കാളും പ്രായം കൂടിയിട്ടുള്ള 50, 60, 50, 40 വയസ്സുള്ള ആളുകൾ. യെസ്, ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ദിസ് കേസ്. ശരിയാണ്, എല്ലാത്തിനും നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിന് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ കിടക്കുന്നത് അല്ലെ.
അപ്പൊ അവിടെ എന്താണ് അദ്ദേഹം പറയാ, അദ്ദേഹത്തിന് മുതിർന്ന ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ എങ്ങനെയാണ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക, ഞാൻ എങ്ങനെ ഇവർക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കും, കാരണം അവരൊക്കെ എന്റെ പ്രായം ചെന്നവരാണല്ലോ. അപ്പൊ അവിടെ എന്താണ്, അവർക്ക് ഒരിക്കലും പ്രൊഡക്റ്റീവ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. നേരെ മറിച്ച് എന്താണ് അവർ ചെയ്യേണ്ടത്, എന്താണ് അവിടെയുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് കുറെ മുതിർന്ന ആളുകൾ ഒരുപാട് പാഠം പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അവരെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ എന്താണ് എല്ലാവർക്കും വളരെ ഹാപ്പി ആവുന്നതാണ്. നമ്മുടെ പ്രായം എന്നതിന് ആ മാനദണ്ഡം തന്നെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾക്ക് എന്ത് കഴിയുന്നു എന്നുള്ളതാണ്. ഒരു പെർഫെക്റ്റ് ടൈം എന്നുള്ള സംഭവം തന്നെ ഇല്ല അല്ലെ. നമ്മൾ എപ്പോഴൊക്കെയാണ് ഓക്കെ ആവുന്നത് അതൊക്കെ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ 70 കഴിഞ്ഞ ആളുകളൊക്കെ എത്ര ഊർജ്ജസ്വലരായിട്ട് നിലനിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. മമ്മൂട്ടിയെ തന്നെ നമ്മൾ എടുക്കുക, അദ്ദേഹം ഓരോ കഥാപാത്രത്തെയൊക്കെ ചെയ്യണം എത്ര മനോഹരമായിട്ടാണല്ലേ. ഇപ്പോഴും അദ്ദേഹം കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. സാൻഡേഴ്സിന് ലോക പ്രശസ്തമായ KFC സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ 65-ാമത്തെ വയസ്സിലാണ് നമ്മൾ ഓർക്കണം. ഉപ്പ് കച്ചവടക്കാരനായിരുന്ന മോമോഫുക്കു ആൻഡ്രൂ, അദ്ദേഹം ഒരു ജയിൽവാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ 48-ാമത്തെ വയസ്സിലാണ് ഇൻസ്റ്റന്റ് നൂഡിൽസ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഫൗജി സിംഗ് അദ്ദേഹത്തിന് 89-ാമത്തെ വയസ്സിലാണ് എന്താണ് ഫുൾ മാരത്തോൺ ഓടി തീർത്തിട്ടുള്ളത്. അതുപോലെ മൈക്കൽ ഹസ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന്റെ 31-ാമത്തെ വയസ്സിലാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി ആദ്യ ടെസ്റ്റ് നടത്തുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നോക്കി നോക്കുക, ഇവിടെയൊക്കെ ഒരു പ്രായം ഒരു മാനദണ്ഡമായിട്ടുണ്ടോ? ഇല്ലല്ലേ. അവരൊക്കെ എന്താണ്, അവരെ കഴിവുകളെ വിശ്വസിച്ചു, അവര് നോക്കി കാണുന്ന മനോഭാവം അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എങ്ങനെയാണ് ആ കാര്യത്തെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രായത്തിനപ്പുറത്ത് നമ്മുടെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ഈ പ്രായത്തിനുള്ള എക്സ്ക്യൂസ് മറികടക്കാനുള്ള വഴികൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളിപ്പോ ഏത് പ്രായത്തിലാണ് നിൽക്കുന്നത് ആ പ്രായത്തിനെ പോസിറ്റീവായി കാണാം. കഴിഞ്ഞ കാലങ്ങൾ ഇങ്ങനെയായി എന്ന് ആലോചിക്കാണ്ടിരിക്കുക, നല്ല കാലങ്ങൾ കഴിഞ്ഞു പോയി എന്ന് ആലോചിക്കാണ്ടിരിക്കുക, നല്ല കാലങ്ങൾ ഇനി വരാനിരിക്കുന്നതൊക്കെ നല്ല കാലങ്ങളാണെന്ന് തന്നെ നമ്മൾ മനസ്സ് കരുതാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങുക. രണ്ടാമതായിട്ട് ഇനിയുള്ള എന്റെ ഈ ഏജ് കഴിഞ്ഞിട്ട് ഇനി എന്താണ് എനിക്ക് ക്രിയാത്മകമായി ചെയ്യാനുള്ള എത്ര വർഷങ്ങളുണ്ട് നമ്മൾ കണക്കെടുക്കാം. 30 കഴിഞ്ഞ ഒരാൾക്ക് ഇനിയും എന്താണ് 80% അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അല്ലെ. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ എവിടെയാണ് നമുക്ക് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്ത ഗോള്, ആ ഗോളിക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുക. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എക്സ്ക്യൂസുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ഗോളിന് പോയി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്നവർ എന്താണ് ഇപ്പോഴും എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്നത്. ഇതിന്റെയൊക്കെ വേറെ വശങ്ങളുണ്ട് കേട്ടോ. നമ്മളെ എന്തുകൊണ്ട് എക്സ്ക്യൂസ് വരുന്നു, അതിന് ഫിയർ ഉണ്ടാവും, അതിന് സൈക്കോളജിക്കൽ മറ്റു ഘടകങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇല്ല എന്നല്ല. പക്ഷെ എക്സ്ക്യൂസുകൾ വരുന്ന അവസരങ്ങൾ അത് നമ്മൾ സമീപിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് അതിന് അവസരങ്ങളായി മാറ്റുക എന്നുള്ളതാണ്. അവസാനത്തെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, അതുകൂടി പറയാം. ഭാഗ്യങ്ങൾ, ലക്ക് അല്ലെ. ഇതൊരു പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ ആരോഗ്യത്തിന്റെ ഒഴിവ് കഴിവായിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രായത്തിന്റെ ഒഴിവ് കഴിവായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ ഒഴിവ് കഴിവായി, അതിനൊക്കെ ഓവർകം ചെയ്യണ ഒന്നാണ് നമ്മളെ ലക്ക് എന്ന് പറയുന്നത് അല്ലെ. ലക്ക് എന്താ, നമ്മൾ പറയും എനിക്ക് ഭാഗ്യമല്ല അല്ലെ, അത് കഴിഞ്ഞാൽ നമ്മൾ സേഫായി. അവിടെ നമ്മൾ സേഫ് ആവാണല്ലോ. യെസ്, താങ്ക് യു മാം. അപ്പൊ നമ്മൾ എന്താണ് അവിടെ സേഫായി അല്ലെ. പിന്നെ അവിടേക്ക് അപ്പുറത്തേക്ക് വന്ന് ചിന്തിക്കാൻ നമുക്കില്ല. ലക്ക് എന്ന് പറഞ്ഞാൽ മതി, അവിടെ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു കാര്യത്തിൽ നമ്മൾ ഒരാളെ എടുത്തു നോക്കുന്ന സമയത്ത് അവര് കടന്നു വന്ന വഴികളെ കുറിച്ചൊന്നും നമ്മൾ നോക്കൂല, അയാളെ കടന്നു വന്ന പ്രോസസ്സിനെ നമ്മൾ നോക്കൂല അല്ലെ. നേരെ നമ്മൾ പറയാം അത് അയാളുടെ ഭാഗ്യം കൊണ്ടാണ്, അയാളുടെ അധ്വാനത്തെ നമ്മൾ മാനിക്കാൻ ചിലപ്പോൾ നമ്മൾ തയ്യാറാവാറില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നമ്മൾ പറയാറില്ലേ, ചില വ്യക്തികളെ കാണിച്ചു കൊണ്ടിട്ട് അദ്ദേഹം ഭയങ്കര ടാലന്റഡ് ആണ്, സ്കില്ലഡ് ആണെന്ന് പറയും. ടാലന്റ് കൊണ്ടാണ് ഇൻബോൺ ആയി കിട്ടുന്ന കാര്യമാണ്. അപ്പം ടാലന്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിനെ നമ്മൾ അദ്ദേഹം കടന്നു വന്ന വഴികളെ നമ്മൾ കാണാൻ ശ്രമിക്കൂല. അത് ടാലന്റ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അവിടെ അത് പറഞ്ഞാൽ അത് തീർന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മള് ഈ ബാഡ് ലക്ക് ഗുഡ് ലക്ക് എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അല്ലെ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നമ്മൾ എങ്ങനെ പ്രയത്നിക്കുന്നു, അതാണ് അതിനനുസരിച്ച് നമ്മുടെ ലക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ലക്കുമായി ബന്ധപ്പെട്ട്
നമ്മൾ എടുക്കേണ്ട പ്രധാനമായിട്ടും ഭാഗ്യവുമായി നമ്മൾ പറയുന്ന ഒഴിവുകേടിനെ മറികടക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇല്ല എന്നല്ല, വിശ്വാസം. അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ബാഡ് ലക്ക് ഗുഡ് ലക്ക് എന്നുള്ളത് മറികടക്കുക എന്നുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഒരാളുടെ പ്രവർത്തനത്തിൽ അയാൾ വിജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ കടന്നു വന്ന വഴികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അയാൾ നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അയാൾ ഇതുവരെ എത്താനുണ്ടായ സാഹചര്യങ്ങളെ കൃത്യമായി നോക്കുക, വിലയിരുത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടായിരിക്കാം എന്നുള്ളത്, അല്ലെ? നമ്മളെ വില കുറച്ച് കാണാണ്ടിരിക്കുക. നമ്മൾ എന്താണ് എപ്പോഴും നമ്മളെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത്, സെൽഫ് അവെയർ ആയിരിക്കുക എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്താ പറയാ, ഈ എക്സ്ക്യൂസുകൾ നമുക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത്. പക്ഷെ എക്സ്ക്യൂസുകൾ നമ്മൾ എന്താണ് പറയുന്ന രീതികളിൽ ഒന്ന് മാറ്റം വരുത്തി, ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ അവിടെ നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് ഒരു ഏജ് റിലേറ്റഡ് എക്സ്ക്യൂസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഇതുവരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്, അല്ലെ? അതുപോലെ എന്താണ്, ഒരു ബാഡ് ലക്ക് അട്രാക്ട് ചെയ്യുന്ന വ്യക്തി എപ്പോഴും പറയാ, താങ്ക് യു, ബാഡ് ലക്ക് അട്രാക്ട് ചെയ്യുന്ന വ്യക്തി എന്താണ് എപ്പോഴും അത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്താ, ജസ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കുക. എങ്ങനെ ചിന്തിക്കുക, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഓക്കെ, അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇനിയും എനിക്ക് ഒരുപാട് സമയമുണ്ട്, അതിനെനിക്ക് എന്താണ് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താന്ന് അദ്ദേഹത്തിന് ആലോചിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മള് റെഗുലേറ്റർ പറയാറില്ലേ, ഫാനിന്റെ റെഗുലേറ്റർ, അല്ലെ? അതെന്തിനാണ്, സ്പീഡ് കൂട്ടാനും കുറക്കാനും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിലെ ബിലീഫിന്റെ, വിശ്വാസത്തിന്റെ റെഗുലേറ്റർ നമ്മൾ കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി, അതിന്റെ പവർ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതിന് എങ്ങനെയാണ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക മാത്രം നമ്മൾ ചെയ്യാണ്ടുള്ളൂ. നമ്മളെ കഴിവുകളിൽ വിശ്വസിക്കുക, നമ്മുടെ എബിലിറ്റീസുകൾ മനസ്സിലാക്കുക, നമ്മളെ കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കുക, നമ്മളെ ബഹുമാനിക്കുക, നമ്മളോട് കരുണ കാണിക്കുക, മറ്റുള്ളവരായി കമ്പയർ ചെയ്യാതെ നമുക്ക് എബിലിറ്റീസിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞത് എക്സ്ക്യൂസുകൾ എന്തൊക്കെയാണെന്നും, ഏതൊക്കെ ആരോഗ്യപരമായ എക്സ്ക്യൂസ് പറഞ്ഞു, അതുപോലെ ബുദ്ധിപരമായ എക്സ്ക്യൂസ് പറഞ്ഞു, ഏജ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു, ലക്ക് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇതിനൊക്കെ ഒരു മറുവശം ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെ? അതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ് നമ്മുടെ ഒഴിവ് കഴിവുകൾ, എക്സ്ക്യൂസുകളെന്നും അതിനെങ്ങനെ മറികടക്കാം. അപ്പൊ അത്തരത്തിൽ നമുക്ക് നമ്മുടെ എക്സ്ക്യൂസുകൾ എവിടെയാണ് എക്സ്ക്യൂസുകൾ കൂടുതൽ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കാം. നമുക്ക് മുന്നിൽ വരുന്ന എക്സ്ക്യൂസുകളെ അവസരങ്ങളായി കാണുക. ജീവിതത്തിൽ നമുക്കുള്ള എല്ലാവർക്കും സന്തോഷം അർഹിക്കുന്ന, എല്ലാവർക്കും കിട്ടേണ്ട ഒരു കാര്യമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്കുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, ജീവിതത്തിലെ ഉയരങ്ങളിൽ എത്താൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഫസ്മിന, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എന്താ വീഡിയോ ഒക്കെ ഓഫാക്കി കളഞ്ഞേ? നല്ലായിരുന്നു, നമുക്ക് ഒന്ന് ചിന്തിക്കാൻ ഒരവസരമായി. എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണല്ലോ, പെട്ടെന്ന് എല്ലാത്തിനും മാറി മാറി പോവാം. അപ്പൊ ഇന്ന് മുതൽ എല്ലാ അവസരങ്ങളും ഏറ്റെടുക്കുന്നതായിരിക്കും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മോർണിംഗ് തന്നെ നല്ലൊരു ബൂസ്റ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മോർണിംഗ് സർക്കിളിൽ നമുക്ക് ഇങ്ങനെ ഒരു ബൂസ്റ്റപ്പ് ആക്ച്വലി വളരെ നല്ലതാണ്. കാരണം നമ്മളെപ്പോലുള്ളവരെല്ലാം ഒട്ടും അവെയർ അല്ല ഈ ഒരു തിങ്സ് എല്ലാം ആലോചിച്ചിട്ട്. അപ്പൊ മാമിന്റെ ഈ ഒരു ക്ലാസ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച്. Good morning, Fasmina. ഗുഡ് മോർണിംഗ്.
ഫസ്മിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. എടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്ന വളരെയധികം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ മോട്ടിവേറ്റഡ് ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കടന്നു പോകുന്ന ഒരു സാധനം തന്നെയാണ് ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. എക്സ്ക്യൂസിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. പലപ്പോഴും ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ ഈ എക്സ്ക്യൂസിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അവസരം നഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ അപ്പുറത്തുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവാണ്. നമ്മുടെ കൺമുമ്പിലൂടെ തന്നെ നമ്മുടെ അത്ര പോലും ചിലപ്പോൾ കാലിബർ ഇല്ലാത്ത നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ, നമ്മൾ തന്നെ നമ്മളൊരു കമ്പാരിസൺ നടത്തും ജീവിതത്തിൽ അല്ലെ. പല ഘട്ടങ്ങളിലും പല ആളുകളെ കാണുമ്പോഴും കമ്പാരിസൺ നടത്തും. ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു, ലിസ്റ്റിലൊക്കെ വന്ന് നമ്മുടെ ലിസ്റ്റൊക്കെ തള്ളിപ്പോയപ്പോഴും നമ്മൾ പറയും ഓ അവന്റെ ഭാഗ്യം കൊണ്ടാണ് അവന് കിട്ടിയെന്ന്. അപ്പൊ ആ ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം എവിടെ ഉണ്ടാവണേ? നമ്മൾ ഉണ്ടാക്കിയ എക്സ്ക്യൂസ് ആണ് മറ്റൊരാൾക്ക് ഭാഗ്യമായി മാറുക ചിലപ്പോ, അല്ലെ? നമ്മൾ വേണ്ടാന്ന് വെച്ച പലതും അവര് ആ ഓപ്പർച്യൂണിറ്റീനെ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ലക്ക് ഫോർ ദാറ്റ് പേഴ്സൺ, മൂന്നാമതൊരാളുടെ കണ്ണില്. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഈ ഓപ്പർച്യൂണിറ്റീസ് കളയുന്നതുകൊണ്ട്, മിയർ എക്സ്ക്യൂസ് കൊണ്ട് കളയുന്നത് കൊണ്ടാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ അടക്കമുള്ള എനിക്കും ഈ സ്വഭാവം ഉണ്ട്, എക്സ്ക്യൂസ് പറയുക. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു മടി പിടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വേണ്ടാന്ന്. പക്ഷെ ഇത് കാത്തു നിൽക്കുന്ന കുറെ പേരുണ്ട്, അവർ ആ ഓപ്പർച്യൂണിറ്റി വളരെ വൈസായിട്ട് ഉപയോഗിക്കും. നമ്മൾ പിന്നെ അതിന് കുറെ കാലത്തിന് ശേഷം നമ്മൾ റിപ്പൻറ്റ് ചെയ്യും, ഇല്ലേ? അന്നൊരാൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ് എനിക്ക് ഈ അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ നോക്കുമ്പോ എന്താ, ആ വേണ്ടാന്ന് വെച്ച ആള് നമ്മളാവേ. അപ്പൊ വരുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക, നമുക്ക് പറ്റുന്ന കഴിവിനനുസരിച്ച് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പോലെ ചിലര് ശരിയാവും ചിലര് ശരിയാവില്ല, പക്ഷെ ശരിയായാലോ. സോ whenever opportunity comes, hit our door, it's better we don't take the help of excuse, അല്ലെ? സോ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായാലും നേരത്തെ ലിഫ്ന പറഞ്ഞ നമ്മളെ ഒരു റിമൈൻഡർ പോലെ ഇടക്കിടക്ക് ആരെങ്കിലും ഒക്കെ നമ്മളോട് പറഞ്ഞാലേ നമുക്ക് ഓർമ്മ വരുള്ളൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഫസ്മിന മാം, ആ 365 ഡേയ്സ് ആ ബുക്ക് എഴുതിയത് ഡോക്ടർ സി രാധാകൃഷ്ണൻ സർ അല്ലേ? രാധാകൃഷ്ണൻ സാറിന്റെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഡോക്ടർ ശിവന്റെ ഞാനത് കുറച്ച് ആണോ? ഞാൻ വായിച്ചിട്ടുണ്ട്. ആ അവിടെ കോഴിക്കോടാണ് ആളുടെ പ്ലേസ്. ആ ഗുഡ് മോർണിംഗ് മാം. നല്ല സെഷൻ ആയിരുന്നു. ഈ ലക്ക് എന്ന് പറയുന്ന സംഭവം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യത്തിലൊരു എന്താ പറയുക, എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അതാളുടെ ലക്കാണ്. പക്ഷെ അയാൾ ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കും. നമ്മുടെ കേസിലാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിന് ഒരു കാര്യത്തിനോ വേണ്ടി ഇടുന്ന എഫേർട്ടിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് വേറെ രീതിയിൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ ലക്ക് വർക്ക് ചെയ്യുന്നത്. എന്തായാലും നല്ല സെഷനായിരുന്നു. നമ്മൾ എല്ലാവരും എക്സ്ക്യൂസസിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. നമ്മുടെ മടിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളെ കഴിവുകേടിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്യൂസസ് കാണുക, അല്ലേ? നമ്മൾ ചെയ്യാത്തത് കൊണ്ടൊന്നും ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടൊന്നും നമ്മൾ പറയില്ല. നമ്മൾ പറയും അത് അയാളുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ അയാളെ കൊണ്ടൊക്കെ അത് പറ്റുള്ളൂ, എന്നെ കൊണ്ട് പറ്റില്ല, ഹീസ് ബോൺ ഫോർ ദാറ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഈ എക്സ്ക്യൂസസിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്തായാലും നല്ല സെഷനായിരുന്നു. താങ്ക് യു. ലിഫ്ന മാം പറഞ്ഞ പോലെ ഇറ്റ്സ് എ റിമൈൻഡർ ഫോർ ഓൾ ഓഫ് us. താങ്ക് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ആദ്യമായിട്ട് ഞാൻ ജിഷ മാമിനാണ് താങ്ക് യു പറയുന്നത്. നമ്മൾ സാധാരണ റെക്കോർഡഡ് സെഷൻ കേട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ജിഷ മാമിന്റെ മെഡിറ്റേഷൻ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ആ സൗണ്ടും നല്ല സൂത്തിങ് സൗണ്ടാണ്. നമുക്ക് ശരിക്കും നമ്മുടെ കുറെ നമുക്ക് എനർജീസ് നെഗറ്റീവ്സ് പോവാനും അതുപോലെ പോസിറ്റീവ്സ് വരാനും ഒക്കെ ആ സൗണ്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഫസീന മാമിന്റെ ക്ലാസ്സും സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാനാണ് ശരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു ഡൗട്ടാണ്, അയ്യോ സക്സസ് ആവുമോ ഫെയിലർ ആവുമോ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അതങ്ങ് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ ഇന്ന് തീരുമാനിച്ചു എന്തായാലും ആവട്ടെ, തുടങ്ങുക തന്നെ.
ശരിക്കും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാനും ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് വീട്ടിലുള്ള ബുക്കാണ്. പക്ഷെ എന്നാലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു ഇത് കിട്ടിയപ്പോൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നല്ലപോലെ പറഞ്ഞു കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. ഞാൻ അതിലൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ബോബി ചേച്ചി വെറുതെ പറഞ്ഞാണ്. ബോബി ചേച്ചി ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഏജ് ഇസ് നോട്ട് എ നമ്പർ എന്നൊക്കെ പറഞ്ഞ പോലെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ ബോബി ചേച്ചി? അതെ അതെ. അർച്ചനയുടെ ഫോട്ടോ കണ്ടപ്പോ തന്നെ സന്തോഷായി കേട്ടോ. അപ്പൊ ബോബി ചേച്ചി ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ സൈക്കോളജിയില്. അപ്പൊ ബോബി ചേച്ചി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് എഫേർട്ട് ഇടുന്ന ആളാണ്. അത് പറയാതെ വയ്യ. താങ്ക് യു അർച്ചന. താങ്ക് യു. അർച്ചന എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. അർച്ചനയ്ക്ക് ഒത്തിരി കഴിവുകളുണ്ട്. എപ്പോഴും ആർക്കും എന്ത് മറുപടി കൊടുക്കാനും എല്ലാവരെയും പോസിറ്റീവായിട്ട് ഉയർത്താനും ഒക്കെ നല്ല കഴിവുള്ള കുട്ടിയാണ് അർച്ചന. മതി നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരുന്ന പോലെയോ പോയേ ഇവിടുന്ന്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഓൾ എൻഡേവേഴ്സ് അർച്ചന. താങ്ക് യു. അപ്പൊ നമുക്ക് അല്ലേ സജിന മാം? അതിന്റെ ചെയ്യാലേ അപ്പൊ പറയാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.